മലപ്പുറത്ത് SDPI വെൽഫെയർ പാർട്ടികളുമായുള്ള സഖ്യത്തിന് ലീഗിന്റെ രഹസ്യ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച SDPI വെൽഫെയർ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ലീഗുമായി ഒത്തുകളിക്കുന്നു. 2014-ൽ SDPIക്ക് 47,853 വോട്ടും വെൽഫെയർ പാർട്ടിക്ക് 29,216 വോട്ടും ലഭിച്ചിരുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്ത ലീഗും UDFും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിലാണ്. 2014-നേക്കാൾ വോട്ടും ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്നത് നിലവിലെ സാഹചര്യത്തിൽ UDFന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ 13,12,693 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 70% വരുന്ന മുസ്ലിം വോട്ടിലാണ് ലീഗിന്റെ കണ്ണ്. ഈ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള അണിയറ നീക്കം ലീഗ് തുടങ്ങിക്കഴിഞ്ഞു. 2014-ൽ അഹമ്മദിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി 47,853 വോട്ട് നേടിയ SDPIക്കും 29,216 വോട്ട് നേടിയ വെൽഫെയർ പാർട്ടിക്കും ഇത്തവണ സ്ഥാനാർത്ഥിയില്ല. ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞാണ് ഇവരുടെ പിന്മാറ്റം. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം: മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി മത്സരിക്കുന്നതല്ല. എങ്ങനെയാണ് വോട്ട് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി പിന്നീട് ആലോചിച്ച് തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭയ്ക്ക് കീഴിലെ 7 മണ്ഡലങ്ങളിലും SDPI മത്സരിച്ചിരുന്നു. 20,000-ഓളം വോട്ടും ഇവർ പിടിച്ചു. കാര്യമായ വോട്ട് ലഭിച്ചില്ലെങ്കിലും വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ടായിരുന്നു. ചെറുകിട പാർട്ടികളെല്ലാം ചേർന്ന് പൊതുസ്വതന്ത്രനെ നിർത്താനുള്ള ശ്രമം തടയുന്നതിലും ലീഗ് വിജയിച്ചു. AK ലതീഷ്, മലപ്പുറം.